ഡ്യൂറൻ കപ്പിലെ ആവേശകരമായ അന്ത്യാവസാനമാണ് ഇന്ന് കുറിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇന്നാണ് ഡ്യൂറൻ കപ്പിന്റെ ഫൈനൽ മത്സരം വരുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് ഫൈനലിൽ നേരിടാനായി പോകുന്നത്. കഴിഞ്ഞ ഡ്യൂറൻ കപ്പിലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരുന്നു കിരീടം ഉയർത്തിയിരുന്നത്. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വീണ്ടും ആ ചരിത്രം ആവർത്തിക്കുമോ? വീണ്ടും അവർ ആ കിരീടത്തിൽ മുത്തമിടുമോ? ഇതാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത്. അതോ ഇതുവരെയും ഒരു കന്നിക്കിരീടം പോലും നേടാൻ സാധിക്കാത്ത, ഒരു മേജർ ട്രോഫി പോലും നേടാൻ സാധിക്കാത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അങ്ങനെ ആദ്യ കിരീടത്തിൽ മുത്തമിടുമോ? ഇതാണിപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു കിരീടത്തിൽ പോലും മുത്തമിട്ടിട്ടില്ല എന്നുള്ള ഒരു നാണക്കേടിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇപ്പോൾ വന്നു വീണിരിക്കുന്നത്. അത് മാറ്റാൻ അവർക്ക് കിരീടം നേടാൻ സാധിക്കുമോ? അതിനുവേണ്ടി തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇറങ്ങുന്നത്. ഇരു ടീമുകളുടെയും മെയിൻ ടീം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലും ഇറങ്ങുക. എന്തായാലും ഈ മത്സരം എങ്ങനെ കാണാൻ സാധിക്കുമെന്നത് ആരാധകർ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കിടക്കാം. ഇന്നത്തെ ഡ്യൂറൻ കപ്പിന്റെ ഫൈനൽ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഫോണിലെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ ജിയോ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജിയോ TV ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ മത്സരങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ മത്സരം ഫ്രീ ആയിട്ട് വീക്ഷിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ സോണി ലൈവ് ആണ് പിന്നെയുള്ള മൊബൈൽ കാണാൻ പറ്റുന്ന ആപ്പ്. എന്നാൽ അതിൽ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ജിയോ സിം ഉള്ളവർക്ക് ജിയോ TV ആയിരിക്കും ഉപയോഗിക്കാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ജിയോ സിം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ TV-യിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. എന്തായാലും അല്ലെങ്കിൽ സോണി ലൈവിൽ പണം അടയ്ക്കേണ്ടി വരും. ഇനി TV-യിലേക്ക് എത്തുകയാണെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ സോണി സ്പോർട്സ് 2-വിലും സോണി സ്പോർട്സ് 3-യിലും നമുക്ക് മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. സോണി സ്പോർട്സ് 2-വിൽ നമുക്ക് ഇംഗ്ലീഷ് കമൻട്രിയോട് കൂടിയും അതുപോലെ തന്നെ സോണി സ്പോർട്സ് 3-യിൽ നമുക്ക് ഹിന്ദി കമൻട്രിയോട് കൂടിയും മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇത്രയും ആപ്പുകളിലും അതുപോലെ തന്നെ TV-യിലും മാത്രമേ നമുക്ക് ഈ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് ഇപ്പോൾ കാണാനുള്ള ഏക വഴികൾ.